ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇതെന്താ കൃഷ്ണ തുളസിയെല്ലാം എടുത്തിട്ട് എന്താ പരിപാടി എന്നല്ലേ. അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഡെലിവറി കഴിഞ്ഞു, അവൾക്ക് കൺമഷി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കെല്ലാവർക്കും പരിചയപ്പെടാം എങ്ങനെയാണ് നമ്മൾ വീട്ടിലെ ശുദ്ധമായിട്ടുള്ള കൺമഷി എങ്ങനെയാണ് ഉണ്ടാക്കുന്നില്ലത്. കാരണം ഇപ്പം മാർക്കറ്റിലെല്ലാം കിട്ടുന്നത് നമുക്ക് ശുദ്ധമായിട്ടുള്ള കൺമഷിയാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കുറേ കെമിക്കൽസും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വാർത്തകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നല്ല കൃഷ്ണ തുളസി എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി തണലത്ത് വെച്ചിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഇളക്കിയെടുത്ത് കഴുകി കൊടുക്കുക. കൃഷ്ണ തുളസി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ തുളസി അല്ല ഇതിനെടുക്കുക. ഒന്നെങ്കിൽ കൃഷ്ണ തുളസി എടുക്കുക, അല്ലെങ്കിൽ രാമതുളസി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അത് കുറച്ചും കൂടി റെഡ് കളറായിരിക്കും, അതും എടുക്കാം നമുക്ക്. അപ്പം അതിനുശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യം തിരശ്ശീല. അതായത് നമ്മളെ കോട്ടൺ തുണിയില്ലേ, പ്യുവർ കോട്ടൺ തുണി ഇതുപോലെ സ്ക്വയറാക്കി കട്ട് ചെയ്ത് വെച്ച് തിരശ്ശീലയാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് അതൊന്ന് നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ തന്നെ അതൊന്ന് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കുക. തുളസി നമ്മൾ കഴുകി തണലത്ത് വെച്ചിട്ട് ഉണക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ തുണി കഴുകി ഉണക്കിയ ശേഷം ഇത് പിഴിഞ്ഞെടുക്കണം. ഒരു തരി പോലും, ഒരു തുള്ളി പോലും അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒന്ന് മിക്സിയിൽ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാൻ തന്നെ ശ്രമിക്കുക. അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അരിപ്പ വെച്ച് ഒരു ബൗളിലോട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. കുറച്ച് ടൈം എടുക്കുമെങ്കിലും കൂടി നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള കൺമഷി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എടുത്ത് കൊടുക്കാം. ഞാനിത് ഫസ്റ്റ് ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട നീര് കിട്ടിയിട്ടുണ്ട്, അതായത് തുളസീൻ്റെ നീര്. പിന്നെ നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ് ഇതുപോലെ വിളക്കിൻ്റെ മുകൾ ഭാഗമില്ലേ, നമ്മൾ കത്തിക്കുന്ന ആ മുകൾ ഭാഗം ഊരിയെടുക്കാൻ പറ്റും, നിലവിളക്കിൻ്റെത്. അതുപോലെ ഊരിയെടുത്ത ആ വിളക്കും അതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ചട്ടിയും മൺചട്ടിയും ആണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള തുണി, കോട്ടൺ തുണിയെടുത്ത് ഇതുപോലെ നമ്മൾ തുളസി നീരിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. തണലത്ത് വെച്ചിട്ട് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണലത്ത് വെച്ച് ഉണക്കി വീണ്ടും അതുപോലെ തന്നെ മുക്കി വീണ്ടും കുറച്ചും കൂടി കട്ടിയാക്കിയ ശേഷം തണലത്ത് വെച്ച് ഉണക്കിയതാണ് ഇത്. അപ്പം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗമായിട്ട് എടുക്കാം, കാരണം കുറച്ചധികം തുണിയുണ്ട്, തിരശ്ശീലയാക്കാനില്ല. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വിളക്ക് ആ ഭാഗം വെച്ച ശേഷം അതിലോട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വിളക്കെണ്ണയല്ല എടുക്കേണ്ടത്, നല്ലെണ്ണ ഉപയോഗിക്കുക. നല്ലെണ്ണ വിളക്കിലൊഴിച്ച് അതിലോട്ടാണ് നമ്മൾ തിരിയാക്കി ഇടുന്നത്, ഈ തുണി തിരിയാക്കി ഇടുന്നത്. ചില ആൾക്കാർ ഇതിലും കൃഷ്ണ തുളസി അതുപോലെ നമ്മളെ കൂർക്കൽ, പനിക്കൂർക്ക ൻ്റെ ഇല, അതുപോലെ കയ്യെണ്ണി, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നീരാക്കി ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ രീതിയിലാണ് ആക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തരാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ തിരശ്ശീലയാക്കാൻ വേണ്ടി ഇത് നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഇത് നമ്മൾ ആക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ആവശ്യത്തിന് മാത്രം കൺമഷി ഉണ്ടാക്കി കൊടുത്താലും മതി. ഇതുപോലെ തിരശ്ശീലയാക്കി നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. കുറേ കാലം നിൽക്കും, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ തിരശ്ശീലയാക്കി വിളക്കിലെടുത്ത് വെക്കുക. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൺചട്ടി സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ്. അതായത് ഒട്ടാകെ മൂടി കൊടുക്കരുത്. മൂടി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ എയർ കടക്കാതിരിക്കുമ്പോൾ അത് പെട്ടെന്ന് കെട്ടുപോകും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു സൈഡ് മാത്രം ചട്ടി ചെരിച്ച് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്.
അങ്ങനെയാണ് ഞാൻ ഇത് ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാൻ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ എടുത്ത് ക്ലിയർ ആക്കി തരുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തിരി കത്തിച്ച ശേഷം നമ്മൾ കലം അതിൻ്റെ മുകളിൽ, അതായത് മൺചട്ടി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളിത് എടുത്ത് നോക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് കത്തി തീരുന്നത് വരെ കംപ്ലീറ്റായി കത്തി തീർന്ന് അതിൻ്റെ പുക വന്ന് അതായത് ഈ ചട്ടിയിൽ വന്ന് അതാണ് കരിയായിട്ട് നമുക്ക് കിട്ടുന്നത്. പിറ്റേന്ന് രാവിലെ ഞാനിതെടുത്ത സമയത്ത് കണ്ടോ, ഇതാ ഈ ബോക്സിൻ്റെ സൈഡിലൊക്കെ കത്തിയിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ചട്ടിയിൽ സൈഡിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലേ കിട്ടുമല്ലോ. പക്ഷേ ആ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടിയാലും നമുക്കത് ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ള കൺമഷി ഉണ്ടാവും. കാരണം അത്രയും നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതി. അത്രയും പ്യുവറായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല കണ്ണിന് നല്ല തണുപ്പും അതുപോലെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതും ഉണ്ട്. കാരണം അതിൻ്റേതായ, അതായത് ഒറിജിനൽ ഉപയോഗിക്കുമ്പോഴുള്ള ആ ഭംഗി വേറെ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്ത് വാഴയില വെച്ചിട്ടാണ് ചുരണ്ടി എടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു സ്പൂണ് വെച്ച് ചുരണ്ടി എടുത്ത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ബൗളിൽ നിന്ന് കുറച്ച് നല്ലെണ്ണ അതിലോട്ട് ആവശ്യത്തിന്, അതായത് ഒരു അര സ്പൂൺ തന്നെ വേണമെന്നില്ല, ഒരു 3-4 തുള്ളി നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നേരിട്ട് ഉപയോഗിക്കാം. ഇനിയും അതിലെടുക്കാനുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഭാഗം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്യുവറായിട്ടുള്ള കൺമഷി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു സമയം എടുത്താലും നമുക്ക് നന്നായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടിയില്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. വീട്ടിലില്ലാത്തവരാണെങ്കിൽ കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.